അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യത്തെ പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ കൊൽക്കട്ടയിൽ നമ്മളൊരു പോയിന്റ് നേടാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രീവ്യൂ വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു മത്സരത്തിലൊരു ഡ്രോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 1% അല്ലെങ്കിൽ ഒരു 2% ചാൻസേ നമ്മുടെ ടീമിന് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു പോയിന്റ് നേടി, അതൊരു വലിയ കാര്യം തന്നെയാണ്. വൈ? ബിക്കോസ് അത് റെലഗേഷൻ ബാറ്റിൽ നമുക്കൊരു ബൂസ്റ്റ് നൽകും. നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് വലിയ സീസൺ മാറ്റിമറിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാറായിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും നമ്മൾ നേടി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ, അല്ലേ? എന്നിരുന്നാലും ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു മത്സരത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വലിയ പോസിറ്റീവുകളായിട്ട് തോന്നി. എന്തായാലും അതിലേക്ക് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാൻ ഗോൾ സ്കോററായ മുഹമ്മദ് അഫ്സലിനെ കുറിച്ച് സംസാരിക്കാം. ഇനിയിപ്പോൾ മാനേജ്മെന്റിനൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ അസ്ജൽ എന്ന് പറയേണ്ട അവസ്ഥയാണോ? അതാണ് ആ പയ്യന്റെ ജേഴ്സിയുടെ പുറകിൽ അടിച്ചിരിക്കുന്ന പേര്. ഇത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് മത്സരത്തിൽ കൊച്ചിയിലെ അഫ്സൽ ആദ്യമായിട്ട് കളിച്ച മത്സരത്തിൽ തന്നെ നോട്ട് ചെയ്താണ്. ഞാൻ വിചാരിച്ചു ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അടുത്ത മത്സരത്തിൽ അതൊരു പക്ഷേ റെക്ടിഫൈ ചെയ്യുമെന്ന്. പക്ഷേ ഈ ഒരു മാച്ചിലും ആ പ്ലെയറിന്റെ ബാക്കിലുള്ള നെയിം അത് കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു പ്രൊഫഷണൽ ലെവലിൽ കളിക്കുന്ന ക്ലബ്ബല്ലേ, നമ്മൾ അതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കറിയാം അൺസർട്ടനിറ്റി ആണ്, ജേഴ്സിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സച്ചിൻ ആക്ച്വലി ഒറ്റ ഒരു ജേഴ്സി ഉള്ളൂ എന്ന് പറയുന്ന ഒരു റീല് വൈറലായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ തന്നെയാണ് അവസ്ഥയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് പോലത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ആ സ്പെല്ലിംഗ് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടില്ലെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ മാനേജ്മെന്റോ സിഇഒ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ബിക്കോസ് ഇന്ന് ആ പയ്യൻ നമുക്ക് വേണ്ടി നമ്മുടെ ISL സീസണിലെ ആദ്യത്തെ പോയിന്റ് നേടിത്തന്നു ആ ഒരു ഹെഡറിലൂടെ. ആൻഡ് ഡെഫിനറ്റ്ലി അവൻ്റെ ജേഴ്സിയുടെ പുറകിൽ അവൻ്റെ നെയിം കറക്റ്റായിട്ട് അടിക്കാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. എന്തായാലും പെർഫോമൻസിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അഫ്സൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഈ മത്സരത്തിൽ നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. നമ്മൾ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ആ കൗണ്ടറിൽ ഒരു ചാൻസ് ഉണ്ടാക്കുക, അവരെ കൊണ്ട് മാക്സിമം ഗോളുകൾ അടുപ്പിക്കാതിരുന്നിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇതുപോലൊരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക, അത് തന്നെയായിരുന്നു നമ്മുടെ ബെസ്റ്റ് ഹോപ്പ്. ആൻഡ് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എബിൻദാസിന്റെ ഒരു കോർണറിൽ നിന്നാണ് കറക്റ്റ് അഫ്സലിന് ആ ഹെഡർ വരുന്നത്. കറക്റ്റ് ഒരു ഫ്രീ ഹെഡർ പ്ലാൻ ചെയ്തു ഗോളിലെത്തി. നമ്മൾ ഈ സീസൺ അടിച്ച 2 ഗോളും എബിന്റെ അസിസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വന്ന 2 താരങ്ങളെ നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റ് ആയിരുന്നു. ഇങ്ങനൊരു സീസണിൽ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഈ 2 പ്ലെയേഴ്സ് കമ്പൈൻ ചെയ്ത് വന്നു എന്നുള്ളത് ഒരു വലിയ കാവ്യനീതി പോലെയൊക്കെയാണ് എനിക്ക് ആ മൊമെന്റിൽ ഫീൽ ചെയ്തത്. മത്സരത്തിന് മുമ്പ് തന്നെ നമുക്ക് ആ ന്യൂസ് കിട്ടിയിരുന്നു, വിക്ടർ ബെർട്ടമു അടുത്ത 3 മത്സരങ്ങളിലേക്ക് സസ്പെൻഡഡ് ആണെന്ന്. എന്തായാലും നല്ല കാര്യം. ഈ ഒരു മാച്ചിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ബെർട്ടമു സ്റ്റാർട്ട് ചെയ്യരുതെന്ന്. ഇപ്പൊ തീർച്ചയായിട്ടും അഫ്സൽ ഈ ഗോൾ നേടിയതോടുകൂടി ആ ഒരു നമ്പർ 9 പൊസിഷൻ അഫ്സൽ തന്നെ സീൽ ചെയ്യണം. ലൈക്ക് ഞാൻ പറയുന്നില്ല ഈ ഒരു ഗോളിൽ നിന്ന് ഇനി അടുത്ത എല്ലാ മത്സരങ്ങളിലും അഫ്സൽ ഗോൾ അടിക്കുന്നു. പക്ഷേ ആ പ്ലെയർ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ നമ്പർ 9 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അർഹിക്കുന്നു. വേറെ ആരെയും നമ്മൾ അവിടെ കളിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഫോറിനേഴ്സ് ആരും തന്നെ ഈ സീസൺ കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭാവിയുള്ള ഒരു പ്ലെയറിനെ ആ റോളിൽ ട്രസ്റ്റ് ചെയ്ത് കളിപ്പിക്കുക. ഇപ്പോൾ ഒരു ഗോൾ നേടിയല്ലോ, ആ സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ അവരുടെ കോൺഫിഡൻസിന് ഒരുപാട് ഉയർത്തും. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിന് തുടർച്ചയായിട്ട് അവസരങ്ങൾ നൽകുക, കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ചെയ്യുക. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല പെർഫോമൻസുകൾ ഇനിയും അഫ്സലിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ സീസണിന് ശേഷം അഫ്സലിന്റെ കോൺട്രാക്ട് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അഫ്സലിന് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പാത്ത് വേ ഉണ്ടെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ക്ലബിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിനെ നമ്മൾ ഇനിയും ബാക്ക് ചെയ്യണം. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഈസ്റ്റ് ബംഗാളിന്റെ ലൈനപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു പ്ലെയറിനെ കുറിച്ചാണ്, മിഗേൽ ഫിഗേറ. നിങ്ങളൊരു നല്ല ഫുട്ബോളർ ആണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. പക്ഷെ നിങ്ങളൊരു നല്ല നടനാണെന്ന് ഇന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. നമുക്ക് ആ ഒരു ഇൻസിഡന്റിലേക്ക് വരാം അല്ലേ. സെക്കൻഡ് ഹാഫിൽ ഫാലും മിഗേൽ ഫിഗേറയും തമ്മിൽ ആദ്യം ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായി. പിന്നീട് ആ ഒരു പുഷ് സംഭവിച്ചു. ശരിക്കും ഫാലു നെഞ്ചത്തോട്ടാണ് പുഷ് ചെയ്തത്. പക്ഷേ മിഗേൽ ഫിഗേറ മുഖത്തൊക്കെ കൈയൊക്കെ പിടിച്ച് നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതൊരു റെഡ് കാർഡാക്കി മാറ്റാൻ പുള്ളി കഷ്ടപ്പെട്ട് അഭിനയിച്ചു. അതുകൊണ്ട് ആരെങ്കിലും ഈ വർഷത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ
കേരള സ്റ്റേറ്റ് അവാർഡെങ്കിലും മിഗേൽ ഫിഗറയ്ക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ക്വാളിറ്റി പ്ലേയേഴ്സിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമാണിത് അല്ലേ. ഭയങ്കരമായിട്ട് നല്ല ബോളിലൊക്കെ നല്ല എബിലിറ്റിയൊക്കെ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും, പക്ഷെ അവരെപ്പോഴും ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങളൊരു ക്വാളിറ്റി പ്ലെയർ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാണിച്ച് അറ്റൻഷൻ നേടിയെടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എവിടേക്കോ എനിക്കത് കണ്ടപ്പോൾ നല്ല കോമഡി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ പ്രീവ്യൂ വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു, എത്രത്തോളം നമ്മൾ ഈ മിഗേൽ ഫിഗേറനെ അനോയ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഗുണമാണ്. കാരണം ഇയാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഗെറ്റിംഗ് അണ്ടർ ദ സ്കിൻ എന്ന് പറയും ശരിക്കും ഈ ഒരു ടേമിന്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പ്ലെയറിൻ്റെ സൈക്കോളജിക്കലി ആ പ്ലെയറിനെ ഡൗൺ ആക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതാ ഗോവയായിട്ടുള്ള ജംഷഡ്പൂർ ആയിട്ടുള്ള മത്സരത്തിലൊക്കെ പല ഇൻസ്റ്റൻസിലും നമ്മൾ കണ്ടതാണ്. അത് തന്നെ ഇന്നും സംഭവിച്ചു. മിഗേൽ ഫിഗറൊക്കെ ആ ഒരു പുള്ളിയുടെ യൂഷ്വൽ സംഭവങ്ങൾ പുറത്തെടുക്കാനായില്ല. നമ്മൾ ഭയങ്കര ആ ഒരു ടൈറ്റായിട്ട് കളിച്ചു, പുള്ളിയുടെ ചുറ്റും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളിനെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ. ആൻഡ് അതിൽ ഫാലു വഹിച്ച പങ്ക് വലുത് തന്നെയാണ്. കാരണം എപ്പോഴും ആ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൈക്ക് എപ്പോഴും സൈക്കോളജിക്കലി ആ പ്ലെയറിന്റെ തലയിലേക്ക് കയറാൻ ശ്രമിക്കുക. അതൊരു തരത്തിലൊരു ടാക്ടിക്സ് ആണ്. കാരണം ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ അവരൊരു ഫ്രീ മൈൻഡിൽ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവരുടെ എബിലിറ്റി മൊത്തത്തിൽ പുറത്തു വരും. അത് നമുക്കൊരു വലിയ ഭീഷണിയാവും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും ഇയാളെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്തു, ഇയാളെ ഫ്രസ്ട്രേറ്റ് ചെയ്തു എന്നുള്ളതിന് വലിയൊരു തെളിവായിരുന്നു ഇന്നത്തെ മത്സരവും പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങും സംഭവങ്ങളും എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു മിഗേൽ ഫിഗേറനെ അനോയ് ചെയ്ത ആളുണ്ടല്ലോ, ഫാലു എൻജായ്, നമുക്ക് പുള്ളിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമ്മുടെ പുതിയ സൈനിങ് ആണ്, ഇന്ന് ഡെബ്യൂ ആയിരുന്നു. തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ഓവറോൾ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ആ ഒരു ഫ്രീ ഹെഡർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, അവിടെ ആ ഒരു ഗോൾ കയറിയിരുന്നെങ്കിൽ കളി ചിലപ്പം മാറിയേനെ. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് വീണ്ടും ചിലപ്പോൾ ചാൻസുകൾ ഓപ്പൺ ആയേനെ. കാരണം ഈസ്റ്റ് ബംഗാളിന് പിന്നെ ഒരു 45 മിനിറ്റ് ഉണ്ട് ഒരു ഗോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കാൻ. അപ്പോൾ കളി ചിലപ്പോൾ ഒന്ന് ഓപ്പൺ ആവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നേനെ. എന്തായാലും അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിഫെൻസീവ്ലി ഉള്ള ജോലികളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തു. 1-2 ഇൻസ്റ്റൻസുകളിൽ ചെറിയ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അർഷ ആ ഒരു പാസ് നൽകിയപ്പോഴത്തേക്കും അത് കളക്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ എസജാരി ഒരു റണ്ണ് മേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐബാനുമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര വോക്കലാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്, എപ്പോഴും നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ടീംമേറ്റ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചയോ അല്ലെങ്കിൽ പുള്ളി പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാത്തപ്പോഴൊക്കെ പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഒമാർ ബായിൽ നിന്ന് ആ ഒരു ലീഡർഷിപ്പ് എബിലിറ്റിയോ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നോ എന്നെനിക്ക് സംശയമാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഫാലുവിൽ ആ ഒരു ക്വാളിറ്റി ഞാൻ ശ്രദ്ധിച്ചു. എപ്പോഴും ആൾക്കാരായിട്ട് സംസാരിക്കാനും, ഈവൻ കോച്ച് വരെ ആ ടച്ച് ലൈനിൽ നിന്ന് എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് നൽകുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ആണെന്ന് എനിക്ക് തോന്നുന്നത്, എന്തോ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ബാക്ക് ലൈനിൽ കൊണ്ടുവരാൻ ഈ പ്ലെയറിന് സാധിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓബ്വിയസ്ലി ആ മിഗേൽ ഫിഗേറിനെ പുഷ് ചെയ്ത സംഭവം, നമുക്കൊരു റെഡ് കാർഡ് കിട്ടിയില്ലെങ്കിലും അത് ആക്ച്വലി ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു ടെമ്പർ കയറി കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമുക്കറിയാം വേറൊരു നിമിഷത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് റെഡ് കാർഡായി മാറിയേക്കാം. റെഫറിയുടെ ആ ഒരു മൊമെന്റിലാണ്. ഇവിടെ VAR സംഭവങ്ങളോ ഒന്നുമില്ല. ഇപ്പം റെഫറി കണ്ടിരുന്ന ആംഗിൾ വേറെ എവിടെന്നെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു റെഡ് കാർഡായിട്ട് മാറിയേനെ. അതുകൊണ്ട് തന്നെ ആ ഒരു കലിപ്പൊന്ന് കുറച്ച് അടക്കണം, അതാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. കാരണം ഞങ്ങൾക്കിപ്പോൾ കലിപ്പൊന്നും വീട്ടണ്ട, ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കലിപ്പൊക്കെ വിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് അതിലേക്കൊന്നും ഒരു താല്പര്യമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കുക, മര്യാദയ്ക്ക് ക്ലീൻ ഷീറ്റുകൾ എടുക്കുക, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. അതുകൊണ്ട് തന്നെ ടെമ്പർ ഒന്ന് കുറയ്ക്കുക, ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഫെയർലി ഓക്കെ. എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് മത്സരം തന്നെയാണ്, നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് ഹൈപ്പ് കയറ്റി ഒരുപാട് വലിയ പ്ലെയറാണെന്നൊന്നും പറയാൻ ഞാനില്ല. ഇനിയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട്, അതിലൊക്കെ ഇനിയും ചാലഞ്ചസ് വരും. അപ്പം നമ്മൾ ആ കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോഴേ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. നല്ലൊരു ഓർഗനൈസിങ് എബിലിറ്റി ഉള്ള, അത്യാവശ്യം നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പാസുകൾ കളിക്കാൻ പറ്റിയ, ഡിഫെൻസീവ് അവയർനെസ് ഉള്ള ഒരു പ്ലെയർ. ആൻഡ് ഈ ഒരു ടെമ്പറിൻ്റെ പ്രശ്നം മാത്രം ഒന്ന് അടക്കി പിടിക്കുക. ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായാൽ ഒരു പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് ഈ സീസൺ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയറാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഹൈപ്പ് കയറ്റലോ ഒരുപാട് പൊക്കിയടിക്കലോ ഒന്നുമല്ല. ഇനിയുള്ള മത്സരങ്ങൾ വരട്ടെ, അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിലും വലിയ ചാലഞ്ചുകൾ നേരിടും. ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം ഓൺ പേപ്പർ നല്ല ടീമാണ്, പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മത്സരത്തിൽ നമ്മൾ അടുത്തത് പഞ്ചാബിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അവിടെ എഫ് യോങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രൈക്കർ ഉണ്ട്, നമുക്കറിയാം.
അവനായിട്ട് എന്തായാലും നല്ലൊരു ഫിസിക്കൽ ബാറ്റിൽ ഫാലു എൻജോയ്ക്ക് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് നോക്കാം. അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഇനി വരാനുണ്ട്. ഇനിയും ഒരുപാട് നല്ല ടീമുകളായിട്ട് ഈ പ്ലെയർ ഫേസ് ചെയ്യാനുണ്ട്. നമ്മുടെ ആ ഒരു ഡിഫെൻസീവ് ലൈനിനെ എങ്ങനെ ഒരുമിച്ച് നിർത്താനാവുമെന്ന് നമുക്ക് ഇപ്പോഴും ഒരു വലിയ സാമ്പിൾ സൈസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈ ഒരു മത്സരത്തിന്റെ ഒരു ബലത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഹൈപ്പ് കയറ്റണ്ട. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ ഈ മത്സരത്തിൽ തരക്കേടില്ലാണ്ട് കളിച്ചു. ഇനിയും അങ്ങോട്ട് കളിക്കാനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഐബാനെ കുറിച്ചാണ്. ഈ ക്ലബിലേക്ക് ശരിക്കും നമ്മളൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവന്ന പ്ലെയർ ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഒരുപാട് മുമ്പ് കടന്നുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. എന്നാലും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇങ്ങോട്ട് വന്നൊരു പ്ലെയറാണ്. ഇന്നും ആ പെനാൽറ്റി കൺസീഡ് ചെയ്തപ്പോഴും എനിക്കിപ്പോഴും ഐബാനിൽ പ്രതീക്ഷയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. പക്ഷേ ആ ഒരു പെനൽറ്റി ഇന്ന് നമ്മൾ കൺസീഡ് ചെയ്തത് ഒരുപക്ഷെ ഇവിടെ VAR ഉണ്ടായിരുന്നെങ്കിൽ അത് പെനൽറ്റി ആവില്ല. കാരണം ഞാൻ കണ്ടത് വെച്ചിട്ട് എസജാരി ആക്ച്വലി ആ ബോൾ കളിക്കുമ്പോൾ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. ആൻഡ് എന്നിട്ടാണ് ഐബാൻ ഒരിക്കലും അങ്ങനെ ടാക്കിൾ ചെയ്യാൻ പാടില്ല. ബോക്സിൽ സ്ട്രൈക്കറിനെ പുറകിൽ നിന്ന് ടാക്കിൾ ചെയ്ത് ബോൾ കിട്ടിയില്ലെങ്കിൽ അത് നെയിൽഡ് ആണ്, അത് പെനൽറ്റി ആണ്, അതിലൊന്നും പറയാനില്ല. ആൻഡ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ VAR ഉണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന അവിടെ ഓഫ് സൈഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ VAR ഇല്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പം ഞാൻ VAR വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അവസ്ഥയായിരിക്കും, കോമഡി ആയിരിക്കും. അടുത്ത വർഷം ലീഗ് നടക്കുമെന്ന് തന്നെ നമുക്ക് ആർക്കും അറിയില്ല, പിന്നെയാണ് VAR. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കാം. പക്ഷേ ഞാൻ ഐബാനിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു പ്ലെയറിനെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്താണ്. പണ്ട് മേഘാലയയിൽ ഷില്ലോങ് ലജോങ്ങിലൊക്കെ കളിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഈ പ്ലെയറിനെ അറിയാം. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഐബാനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ അന്ന് കഴിഞ്ഞ സീസൺ തൊട്ടേ ഞാൻ പറയുന്നുണ്ട് ഐബാൻ തന്നെയാണ് നമ്മുടെ ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്ന്. പക്ഷേ ഈ ഐബാൻ ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഇഞ്ചുറീസ് ഒരുപാട് വന്നു. അങ്ങനെ ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് കരിയറാണ്. പലപ്പോഴും ഇഞ്ചുറികൾ ഒരുപാട് മത്സരങ്ങൾ മിസ് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഒരു പെർഫോമൻസ് കിട്ടും, അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഒന്നില്ലെങ്കിൽ റെഡ് കാർഡ് കിട്ടിയ ഇൻസ്റ്റൻസുകളുണ്ട്. അങ്ങനെ ആ ഒരു കരിയർ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അവിടെ വന്ന് ഗോവയിൽ നല്ലോണം പ്രോഗ്രസ് ചെയ്ത് ഇങ്ങനെ വന്ന് ബ്ലാസ്റ്റേഴ്സിലെത്തി. അവിടെ ഒന്ന് സ്റ്റാഗ്നേറ്റ് ആയിപ്പോയി. അത് പല റീസൺസ് ആണ്. ബിക്കോസ് ഐബാൻ നമുക്കറിയാം ഒരുപാട് ഇഞ്ചുറീസ് ഇവിടെ വന്നതിന്, ഇതിനു മുമ്പ് ഇത്രയും ഇഞ്ചുറീസ് ഐബാന് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഈ പ്ലെയറിൻ്റെ എബിലിറ്റിയിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഞാൻ എപ്പോഴും ഐബാൻ്റെ ഒരുപാട് പെർഫോമൻസുകൾ പല ക്ലബ്ബുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും ഈ പ്ലെയറിൻ്റെ എബിലിറ്റിയിലൊന്നും ഞാൻ ഒരിക്കലും ഡൗട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഐബാൻ ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ബെസ്റ്റ് പൊസിഷനിൽ കളിക്കാനുള്ള അവസരം കിട്ടി. ഇപ്പം ഇന്നും നമുക്കറിയാം ഒരു ബാക്ക് ത്രീയിലെ ഒരു റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് ഐബാൻ ഓപ്പറേറ്റ് ചെയ്തത്. ശരിക്കും ഐബാൻ നമുക്കറിയാം ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കാണ്. ഗോവയിൽ ലെഫ്റ്റ് ബാക്കാണ് കളിച്ചത്. അത് കളിപ്പിച്ചതാണ് ഇവിടെ സെർട്ടൺ ഉള്ളതുകൊണ്ട്. ശരിക്കും പ്രോപ്പറായിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ബാക്ക് റൈറ്റ് സെൻറ്റർ ബാക്കും കളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർലി ഒരു റൈറ്റ് ബാക്ക് ആണ് നാച്ചുറലി. അതുകൊണ്ട് തന്നെ ആ ഒരു റോളിൽ കുറച്ചും കൂടെ മത്സരങ്ങൾ കിട്ടിയാലേ എനിക്ക് തോന്നുന്നു ഐബാന് ചിലപ്പോൾ ബെറ്റർ ആവാനാവുമായിരിക്കും. ഞാൻ ഈ ഒരു മത്സരത്തിൻ്റെ ബേസിൽ മാത്രം ഐബാനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു പ്ലെയർ അല്ല ഐബാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എനിക്ക് എപ്പോഴും ഈ പ്ലെയറിൽ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് നൽകിയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. മേ ബി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് ഇഞ്ചുറീസും ആ ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് ജേണി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ. അതുകൊണ്ടായിരിക്കാം ഐബാൻ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മത്സരത്തിലും ആ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ ആ ഒരു പോയിന്റ് നേടി. ഇല്ലെങ്കിൽ വീണ്ടും ഐബാൻ്റെ കോൺഫിഡൻസ് നേരെ താഴത്തേക്ക് പോയേനെ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയറിന് കോൺഫിഡൻസ് ആണ് ആവശ്യം. അത് ശരിക്കും നമുക്ക് ഒരു ഇൻസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏത് മിനിറ്റിലാണെന്ന് ഞാൻ മറന്നുപോയി, ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് മിഗേൽ ഫിഗേറ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ഐബാൻ ആക്ച്വലി ബോൾ മുമ്പിലോട്ട് കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ മിഗേൽ ഫിഗേറ പ്രസ് ചെയ്തു. അപ്പം തന്നെ ഐബാൻ ബോൾ തിരിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങോട്ട് കളിച്ചു തുടങ്ങി. ലൈക്ക് എങ്ങനെയെങ്കിലും പുള്ളി പ്രസ് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് ശരിക്കും ബോൾ കൊടുക്കുകയല്ലേ ഉണ്ട്. പക്ഷേ ബോൾ തിരിഞ്ഞ് ഇങ്ങനെ പോകാൻ തുടങ്ങി, നമ്മുടെ ഗോളിൻ്റെ അങ്ങോട്ട് പോകാൻ തുടങ്ങി ആ റൈറ്റിൽ. ഞാൻ വിചാരിച്ചു ദൈവം ഇവിടെ എങ്ങാനും ബോൾ പോയി കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഒരു ഗോൾ എന്തായാലും നമ്മൾ കൺസീഡ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ഐബാൻ എന്നിട്ട് ഇങ്ങോട്ടൊരു പാസ് കളിച്ച് ആ ബോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ എന്തോ പുള്ളി രക്ഷപ്പെട്ടു അവിടെ നിന്ന്. അത് ശരിക്കും ആ മൊമെൻറ്റ് കാണിക്കുന്ന ആ ഒരു പ്ലെയറിൻ്റെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കാരണം വേണമെങ്കിൽ അത് മുന്നോട്ട് തന്നെ ആ ബോൾ കളിക്കാം. പക്ഷെ അവിടെ അങ്ങനെ ഒരു യൂ ടേൺ എടുത്ത് പിന്നെ ഒരു വലിയ ടെൻസ് സിറ്റുവേഷനിലേക്ക് അത് പോകേണ്ട ഒരു സാഹചര്യം പോലെ അവിടെ വന്നിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊരു കോൺഫിഡൻസ് ഈ പ്ലെയറിന് വേണം. റെഗുലറായിട്ട് മിനിറ്റ്സ് കളിച്ചാലേ അത് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.
ഈവൻ ടുഡേ ഇനിയിപ്പം എന്താണ് കാറ്റലയുടെ പ്ലാൻ എന്നൊന്നും എനിക്കറിയില്ല. കാറ്റലയുടെ ടീമുകളെ ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈനപ്പ് എങ്ങനെ വരുന്നു, എന്ത് വരുന്നു എന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്യുവർലി ബിക്കോസ് ഓഫ് ഫുട്ബോളിംഗ് എബിലിറ്റി അല്ല ഐബാൻ ഇത്ര പ്രഷറിലായതും ഈ ഒരു കോൺഫിഡൻസ് കുറഞ്ഞതും. വേറെ എന്തൊക്കെയോ ഫാക്ടറുകൾ അതിൻ്റെ അകത്ത് ഉണ്ട്. മേ ബി ഇഞ്ചറി ഇഷ്യൂസ് ആയിരിക്കാം, മേ ബി എൻവയൺമെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, മേ ബി അഡാപ്റ്റേഷൻ ഇഷ്യൂ ആയിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ട്രസ്റ്റ് ചെയ്യണം ഈ പ്ലെയറിനെ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. യൂഷ്വലി എൻ്റെ മനസ്സ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓവർലുക്ക് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഐബാൻ നമ്മളെയൊക്കെ പ്രൂവ് ചെയ്യും എന്ന് എനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. എസ്പെഷ്യലി ഇങ്ങനൊരു സീസണിൽ നമുക്കറിയാം നമ്മൾ റൈറ്റ് ബാക്ക് ആയിട്ട് കൊണ്ടുവരുന്ന അമേയ് പോയി, പിന്നെ ഉള്ളത് സന്ദീപും ഐബാനുമാണ്. ഈ 2 പ്ലേയേഴ്സാണ്. സന്ദീപ് കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, പക്ഷെ എത്ര നാൾ അത് ഓടുമെന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവം. എന്നാലും ഐബാൻ ഈ ഒരു സീസൺ പുഷ് ചെയ്യും. ആ ഒരു 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 റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ട്. ബിക്കോസ് ഈ പ്ലെയർ ഇവിടെ സക്സസ്ഫുൾ ആവണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി നമ്പർ 1 പോയിന്റ്, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മുടെ ടീമിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയത് എബിൻ അല്ല, അച്സൽ അല്ല, ഫാലു എൻജോയ് അല്ല, മറ്റൊരാളാണ്. ആൻഡ് ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ബിക്കോസ് ഞാൻ പണ്ട് എന്താണോ ഈ പ്ലെയറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, കുറച്ച് കാലങ്ങളിൽ അത് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിരുന്നില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് ഹോർമിപ്പാമാണ്. ബിക്കോസ് പണ്ട് നമ്മൾ ഹോർമിപ്പാമ്പിൽ നിന്ന് എന്താണോ കണ്ടിരുന്നത് അത് ഈ മാച്ചിൽ കണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹോർമിപ്പാം ഏത് ലെവലിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് ഇവിടെ തോന്നുന്നില്ല. ഈ ഇന്ത്യൻ സെൻട്രൽ ബാക്കുകളിൽ ഒരു ടോപ്പ് ലെവലിൽ ഹോർമിപ്പാം നിന്നൊരു സമയമുണ്ട്, അത് നമ്മൾ ആരും മറക്കരുത്. അതിനുശേഷം ഒരുപാട് കാരണങ്ങളാൽ ആ ഒരു ഫോം വീണ്ടെടുക്കാനായില്ല. പല സമയങ്ങളിലും കോച്ചുകൾ മാറി വന്നപ്പോഴൊക്കെ പല ടൈമിലും എന്തുകൊണ്ട് ഹോർമിപ്പാം നമ്മുടെ ലൈനപ്പിൽ കളിക്കുന്നില്ല എന്ന് നമ്മൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പലതവണയും നമുക്ക് വേറെ ഫോറിൻ സെൻറ്റർ ബാക്കും വേറൊരു ഇന്ത്യൻ സീനിയർ സെൻറ്റർ ബാക്കും ഉള്ളപ്പോൾ നമ്മൾ തന്നെ വീഡിയോ ഇരുന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോർമിപ്പാമിനെ റൈറ്റ് ബാക്കിലിട്, അല്ലെങ്കിൽ CDM ഇട്, അവിടെ ഇവിടേക്ക് ഇട്, എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് ലൈനപ്പിലേക്ക് കൊണ്ടുപോകുക. കാരണം ഒരു ക്വാളിറ്റി പ്ലെയർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോർമിപ്പാമിൻ്റെ പീക്കിൽ ആ ഒരു ഇവാൻ്റെ കീഴിലൊക്കെ ഹോർമിപ്പാം എന്ത് പെർഫോമൻസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഐ തിങ്ക് ഹോർമിപ്പാം ഇന്ന് എല്ലാം നൽകി. ആ പിച്ചിൽ ഹി ഗേവ്സ് 100%. ആൻഡ് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ നേരത്തെ ഇപ്പോൾ ഐബാൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ പ്ലെയർ നമുക്കറിയാം പല കാരണങ്ങളാണ്. ഈ സീസണിൻ്റെ തുടക്കത്തിലൊന്നും ഹോർമിപ്പാം ലൈനപ്പിൽ പോലും ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പ്രിഫർ പോലും ചെയ്യാത്തൊരു സെൻറ്റർ ബാക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ലൈനപ്പിലേക്ക് കൊണ്ടുപോകാം, എന്തെങ്കിലും എങ്ങനെ കളിക്കുക, എവിടെ ഹോർമിപ്പാം എവിടെ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ ലൈനപ്പിൽ വന്ന് ഈ പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു വലിയ സംഭവം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, അതിനെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ മേ ബി ഞാൻ ഈ പ്ലെയറിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പെർഫോമൻസ് വന്നപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകി. നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു പെർഫോമൻസിൻ്റെ ബലത്തിൽ മാത്രം ആരെയും ഹൈപ്പ് ചെയ്യരുതെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമിപ്പാമിൻ്റെ ലെവൽ എന്താണ്, ഏത് പൊട്ടൻഷ്യലിൽ ആ പ്ലെയറിന് എത്താൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയർ എന്തെങ്കിലുമൊക്കെ ഈ സീസൺ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പ്ലെയറിനെ എങ്ങനെയെങ്കിലും, ഞാനിപ്പോൾ പറഞ്ഞല്ലോ അടുത്ത കളി ഇനി ബികാഷ് ഇഞ്ചറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബികാഷും ഫാലോ എൻജോയിനെ എന്തായാലും ലൈനപ്പിൽ നിന്ന് മാറ്റാൻ സാധ്യതയില്ല. അവർ രണ്ടുപേരും ആ ഒരു സെൻറ്റർ ബാക്ക് പെയറിങ് വന്നാൽ പിന്നെ ഹോർമിപ്പാം എവിടെ കളിക്കും, ആ ഒരു ചോദ്യം വരും. ഈവൻ ബാക്ക് 3 നമ്മൾ ഇനി എല്ലാ കളിയിലും ട്രസ്റ്റ് ചെയ്യുമോയെന്നും എനിക്കറിയില്ല. കാറ്റല ആ ഒരു തീരുമാനം എടുക്കുമോയെന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഹോർമിപ്പാം ഈ ലൈനപ്പിൽ വന്നോന്നൊരു ആഗ്രഹം ഇപ്പോൾ എനിക്കുണ്ട്. അവസാനമായപ്പോഴത്തേക്ക് ആ ഒരു ചെറിയ ഇഞ്ചറി കൺസേൺ ഉണ്ടായിരുന്നു. സ്ട്രെച്ചറിലാണ് എടുത്തുകൊണ്ട് പോയി പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തായാലും ആ ഒരു ഇഞ്ചറി സീരിയസ് ആവാതിരിക്കട്ടെ. ബിക്കോസ് ഇന്ന് ഹോർമിപ്പാം അവിടെ 100% നൽകി എന്നുള്ളതാണ്. ഏരിയയിൽ വന്ന ബോളുകൾ ഡീൽ ചെയ്തു നല്ലോണം. ഒരുപാട് ബാക്കിൽ നിന്ന് നമുക്കറിയാം ഹോർമിപ്പാം പാസുകൾ കളിക്കുന്നത് നമുക്കറിയാം. അങ്ങനത്തെ പാസുകളൊന്നും കളിച്ചില്ല, പക്ഷെ നല്ലോണം ഡ്രിബിൾ ഔട്ടൊക്കെ ചെയ്തു എന്ന് കളിച്ചു. തൻ്റെ ഡ്യൂട്ടി ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നീറ്റായിട്ട് 100% നൽകി. പല ഇൻ്റർസെപ്ഷനുകളും നടത്തി. ബോക്സിൽ നല്ലൊരു പ്രസൻസ് ആയിരുന്നു. വന്ന ക്രോസുകൾ ഈവൻ ഗ്രൗണ്ടിലൂടെ വന്ന ബോളുകളൊക്കെ നല്ലോണം ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ ഹോർമിപ്പാം വലിയൊരു തെറ്റ് ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ വീണ്ടും പറയുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഹോർമിപ്പാം ആ പഴയ ഹോർമിപ്പാം ആവുകയാണെങ്കിൽ അത് നമ്മുടെ ഡിഫൻസിന് വലിയൊരു ശക്തി തന്നെയാണ്. ഇതാണ് ഗൈസ് ഈ മാച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയിന്റ് നമ്മൾ നേടി, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. എന്തായാലും നമ്മൾ റെലഗേഷൻ ബാറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു പോയിന്റ് നേടി. നമ്മൾ ഡൽഹിനെ പോലെ തന്നെ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുഹമ്മദിൻ്റെ മുകളിൽ മാത്രം ഫിനിഷ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കാം. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ ആരും
നമ്മുടെ ടീമിന് ഒരു പ്രതീക്ഷ നൽകിയിരുന്നില്ല. അവസാനം എങ്ങനെയെങ്കിലും നമ്മളൊരു പോയിന്റ് നേടിയിട്ടുണ്ട്. പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഒരു പോയിന്റ് നേടി നമ്മൾ പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ജയത്തിന് തുല്യമാണെന്ന്. കാരണം ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ, വെറുതെ കണ്ടുകൊണ്ടിരുന്നതാണ്. നമുക്കറിയാം 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് മാത്രം നേടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഏത് രീതിയിലാണ് ഈ സീസൺ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് എന്തെങ്കിലും മീൻ ചെയ്യട്ടെ. മേ ബി അടുത്ത 1-2 മത്സരങ്ങളിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയ റണ്ണൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. മേ ബി പഞ്ചാബിനോടൊരു ഡ്രോ, അത് കഴിഞ്ഞുള്ള മത്സരത്തിൽ ഒരു ജയം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിന്റ്സ് നമുക്ക് നേടാനാവട്ടെ. നമ്മുടെ യങ് പ്ലേയേഴ്സൊക്കെ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യട്ടെ, അവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നോ ഈ ക്ലബിനെ പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെ ഫാക്ടറുകൾ ഇവിടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ധാരണ നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പോകരുത്. എപ്പോഴും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ ഒരു മത്സരം ഇവിടെ കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഈ ഒരു മത്സരത്തിൽ നമ്മളൊരു പോയിന്റ് കിട്ടി, ഇന്ന പോസിറ്റീവുകൾ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അടുത്ത മത്സരം ഇനി വേറൊരു മാച്ചപ്പാണ്. പക്ഷെ എന്നാലും നമ്മുടെ ക്ലബ്ബിൽ നിൽക്കുന്ന ഓവറോൾ ഫാക്ടറുകൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ മറക്കരുത്. ആ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക, മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നല്ലതാവുക എന്നുള്ളതൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. അതൊന്നും നമ്മൾ മറന്നിട്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പോയിന്റ് നേടി ഈ ഒരു മത്സരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പോസിറ്റീവാണ്. പക്ഷേ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് എത്തേണ്ടവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്തായാലും ഫോർ നൗ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.